9 മക്കളുള്ള ഒരു വയോധികയെ മക്കൾ പൂട്ടിയിട്ടിരുന്ന വീടിന് മുൻപിലാണ് നിൽക്കുന്നത്. അടൂർ മലമേക്കര സ്വദേശിനിയായിട്ടുള്ള 85 വയസ്സുകാരിയായ മേരിക്കുട്ടിയെയാണ് ഇവരുടെ മക്കൾ ഇക്കാണുന്ന വീട്ടിൽ പൂട്ടിയിട്ടിരുന്നത്. ഇന്നലെ നാട്ടുകാർ പ്രതിഷേധമറിയിച്ചതോടെ അടൂർ RDO ഇടപെട്ട് ഇപ്പോൾ അടൂർ മഹാത്മാ ജനസേവാ കേന്ദ്രത്തിലേക്ക് ഈ അമ്മയെ മാറ്റിയിരിക്കുകയാണ്. നാട്ടുകാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ മക്കളാരും തന്നെ ഇവിടേക്ക് വരാറുണ്ടായിരുന്നില്ല. ഈ വീട് ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിയ അവസ്ഥയിലാണ്. മക്കൾ തന്നെ വീട് ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിയ അവസ്ഥയിലാണ്. എന്നിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഈ ഗേറ്റിൽ കൊണ്ട് ഭക്ഷണം തൂക്കിയിട്ട് പോകുമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടേക്ക് ആരും വരാറോ തിരിഞ്ഞു നോക്കാറോ അന്വേഷിക്കാറോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. 85 വയസ്സുകാരിയാണ് ഈ മേരിക്കുട്ടി എന്ന അമ്മ. ഏറ്റവും ഒടുവിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെയാണ് ഇന്നലെ RDO ഇടപെട്ട ആ വയോധിക ഇവിടെ നിന്ന് മാറ്റിയത്. ഈ അമ്മയുടെ മക്കളൊക്കെ എവിടെയാണ്? അമ്മയുടെ 9 മക്കളുണ്ട്. 5 ആണും 4 പെണ്ണുമാണ്. അതിനകത്ത് 2 പേരെ കണ്ട് അമേരിക്കയിലാണ്. ഈ ഗേറ്റിന്റെ ഇവിടെയാണ് തൂക്കിയിടുന്നത്. ഇമാരെ ദിവസവും വരുമെന്നാണ് അമ്മച്ചി പറയുന്നത്. അമ്മച്ചിയെ ഭീഷണിപ്പെടുത്തിയാണ് അമ്മച്ചി പറയുന്നത്. ഇന്നലെ ആഹാരം കൊടുത്തത് ഞങ്ങളാണ് കൊടുത്തത്. ആഹാരം കൊടുത്തത് ഞങ്ങളാണ് കൊടുത്തത്. കൊടുത്തപ്പോൾ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി കഴിച്ചോ? കഴിച്ചു മോനെ. മോൻ വരും, മൂത്ത മോൻ വരും. എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുമായിരുന്നു? ഇല്ല, ആഴ്ചയിൽ ഒരു ദിവസം ആഹാരം കൊടുക്കുന്നു. അന്ന് അമ്മച്ചിക്ക് കണ്ണുമൊക്കെ കാണാമായിരുന്നു. അമ്മച്ചിക്ക് ഇപ്പോൾ ഗേറ്റിൽ വന്ന് ആഹാരം എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പം അമ്മച്ചി പറയുന്നത് ഒരാഴ്ച കൊണ്ട് മോനെ ഞാൻ ഇങ്ങനെ ഇരിക്കും ഇവിടെ. അപ്പം ഞങ്ങളാണ് ആഹാരം കൊടുക്കുന്നത്. ഞങ്ങൾ ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി അമ്മച്ചി ഹാപ്പി ന്യൂ ഇയർ പറയാൻ വേണ്ടി ഈ സൈഡിൽ കൂടെ കയറി. അമ്മച്ചി ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്ക് ഇച്ചിരി ആഹാരം തരാമോ? കണ്ണീര് പൊഴിച്ചു. ഞാൻ ചോദിച്ചു, മോൻസി അവൻ 2 ദിവസം മുന്നേ കണ്ട് തൂക്കിയിട്ടു ആഹാരം എനിക്ക് എടുക്കാൻ വയ്യ. ഈ ഗേറ്റിൽ ഭക്ഷണം തൂക്കിയിട്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് നടന്ന് ഇവിടെ വന്ന് എടുക്കാൻ വയ്യ. ഇവിടെ കവർ കിടക്കുന്നതാണ് ഇതിലൂടെ പോകുമ്പോഴേ. നമ്മളത് എന്തുവാന്ന് ഞാൻ നോക്കത്തില്ല. എന്തുവാ ഈ കവർ? ചിലപ്പോൾ ഞാൻ നോക്കും ഈ കവർ എന്തിനാ ഇവിടെ ഇട്ടേക്കുന്നതെന്ന്. അത് ഭക്ഷണം കൊണ്ടിട്ടേച്ച് പോവാന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അയാളെ ഞാൻ പലപ്പോൾ സന്ധ്യയ്ക്ക് ഇവിടെ ഈ മുക്കിന് വെച്ച് കാണും. മോനാ അയാള്. അങ്ങനെ വല്ലപ്പോഴും ഒന്ന് കാണും. അതുകൊണ്ട് നമുക്ക് പിന്നെ അമ്മച്ചെ കാണുന്ന കഷ്ടമാണ്. കുളിക്കത്തില്ല, തുണി കഴുകത്തില്ല, ഒരു വല്ലാത്ത വികൃതമാണ്. തുണിയാണെങ്കിൽ ഒരു കൈലി ഇന്നലെ ഉടുത്തേക്കുന്നത് എനിക്ക് തോന്നുന്നു അന്ന് കൊടുത്ത കൈലിയാന്ന് തോന്നുന്നു. അവര് എത്ര വർഷമായെന്ന് അറിയത്തില്ല. കൈലി കോഴി അതുപോലെ തന്നെ ചട്ടയങ്ങ് മുഷിഞ്ഞ ചട്ടയായിട്ടേക്കുന്നത്. നമുക്കൂടെ അത് കാണുമ്പോൾ സങ്കടമുണ്ട്. അമ്മച്ചി എങ്ങനെ ഇട്ടേക്കുന്നത് എന്ന് വെച്ചാൽ അതുപോലത്തെ നല്ലൊരു അമ്മച്ചിയാണ്. അതുകൊണ്ട് വലിയ വിഷമമാണ്. പക്ഷെ ഇന്നലെ കൊണ്ടുപോയപ്പോൾ ഞങ്ങൾക്കെല്ലാം സന്തോഷമായി. സമയത്ത് ഇച്ചിരി വെള്ളം കിട്ടുമല്ലോ അമ്മച്ചിക്ക്. അതിലൊരു വലിയ സന്തോഷത്തോടെ. വീട്ടിൽ രാത്രി ലൈറ്റ് ഒക്കെ കാണാറുണ്ടോ? ഇല്ല, ലൈറ്റ് ഇല്ല. ചില ദിവസം സന്ധ്യയ്ക്ക് ഒരു മിനിറ്റേ ലൈറ്റ് ഇടത്തുള്ളൂ. അതുപോലെ അത് ഓഫ് ചെയ്ത് വെച്ച് ഇവിടെ വണ്ടി എടുക്കുന്ന സൗണ്ടും കേൾക്കാം. അയാൾ വരുന്ന സമയമാണ്. ഒന്നും ലൈറ്റും ഇല്ല, വെട്ടവും ഇല്ല, ഒന്നുമില്ല. അമ്മച്ചി ആ ഇരുട്ടിൻ്റെ അകത്ത് കിടക്കുമായിരുന്നു. നിങ്ങൾ നാട്ടുകാർ പ്രതിഷേധിച്ചോടെയാണ് ഇതിനൊരു പരിഹാരം? ഞാൻ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. ഞങ്ങളിവിടെ വരുമ്പം വല്ലാത്തൊരവസ്ഥയിലാണ്. കാര്യം ആ അമ്മച്ചി കിടക്കുന്ന പറഞ്ഞാൽ മൂത്രം ഒഴിച്ച് ഈ കൈലിയായിട്ട് അവിടെ ഇരിക്കുന്ന ഒരു സീനാണ് കാണുന്നത്. അതിനുശേഷം ആ വീടിന് ചുറ്റും കയറി നോക്കി വേണം മാലിന്യം കൊണ്ട് കൂമ്പാരമാണ് അതിൻ്റെ വീടിനകത്തും പുറത്തുമല്ല. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ RDO അറിയിച്ചു. RDOയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു അന്വേഷണം നടത്തി. അവർ വന്നൊരു അന്വേഷണം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് മഹാത്മാ അവർ വന്ന് റിക്കവർ ചെയ്തു. അതിനുശേഷം വീണ്ടും ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തു. പക്ഷെ ഞങ്ങൾക്കതൊരു ഭയങ്കര വിഷമമായി പോയി. കാര്യം അമ്മച്ചി ഈ കാട്ടി കിടക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ നോക്കുമ്പോൾ കാണാം ഈ ഇരുട്ടിനകത്ത് ഈ അമ്മച്ചി ഇവരെല്ലാം വിളിച്ചു പറയുന്നുണ്ട്, ഇതുപോലെ ഇന്നപോലൊരു സ്ത്രീ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഒരു കാട്ടിലത് ഇങ്ങനെ കിടക്കുന്നു. ഇതുപോലൊരു ഇരുട്ട് മൂടിയത്, കറണ്ടും ഇല്ല, ഒന്നുമില്ല. ഞങ്ങളിവിടെ വന്ന് നോക്കുമ്പം ഇവിടെ കിണറില്ല. വാട്ടറിൻ്റെ വാട്ടർ അതോറിറ്റിയുടെ എങ്ങാണ്ട് ഒരു പൈപ്പ് ലൈൻ വെച്ചിട്ടല്ലാതെ അവിടെ വെള്ളത്തിൻ്റെ ഒരു സീനും ഇല്ല. അവിടെ ചെന്ന് കയറുമ്പം അമ്മച്ചിക്ക് ചായ കുടിക്കാം, അല്ലാതെ ഒരു പച്ചവെള്ളം കുടിക്കാൻ പോലും ഒരു വെള്ളമില്ലാത്ത അവസ്ഥയിലാണ് കണ്ടത്. അപ്പോൾ ആ അവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പം ആ മഹാത്മയെ ഏൽപ്പിച്ചത്. ചായയൊക്കെ കൊടുത്തിരുന്നത്? അതെ, തീർച്ചയായിട്ടും. ഞങ്ങളുടെ അപ്പുറത്തെ ഈ ആത്രിക്കൽ എന്ന് പറയുന്ന അവിടുന്ന് സുമേഷ് എന്ന് പറഞ്ഞ ആളാണ് ഇത് മൊത്തം ഈ ആഹാരം എല്ലാം കൊടുത്തുകൊണ്ടിരുന്ന അമ്മച്ചിക്ക്. ഇവിടെ ഈ ഗേറ്റിന്റെ മുന്നിലാണ് ഈ കൊണ്ടുവന്ന കവറിനകത്ത് ആഹാരം. അത്
3-4 ദിവസത്തെ ആഹാരം ഒന്നിച്ചു കൊണ്ടുവന്ന് ഈ ഗേറ്റിന് മുന്നിൽ തൂക്കിയിടുക. അമ്മച്ചി നടന്നു വന്ന് വടിയും കുത്തിയിട്ട് വന്ന് എടുത്തോണ്ട് പോവുക. പക്ഷെ ഇപ്പോഴും അമ്മച്ചി പറയുന്നത് 9 മക്കളും നല്ല ഒരു എന്താണെന്ന് അവർക്ക് വേണ്ടി എല്ലാം നോക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ രീതിയിൽ നോക്കുമ്പോൾ ഒരു ഇരുട്ടിനകത്ത് കൊണ്ടുവന്ന് കിടത്തുന്ന ഒരു ഇതാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെയുള്ള ആള് തന്നെയല്ലേ? ഇവിടെയുള്ള ഞങ്ങളാണ് ഈ സംഭവത്തിന്റെ മെയിൻ ഈ അമ്മച്ചി ഇവിടുന്ന് മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. കാരണം കുറേ നാളായിട്ട് ഏകദേശം ഒരു 4 വർഷം കൊണ്ട് ഈ അമ്മച്ചി ഇവിടെ ഉള്ളതാണ്. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇതുപോലെ പറഞ്ഞു, മെമ്പറിനോട് പറഞ്ഞു. മെമ്പർ വന്ന് ഇവരായിട്ട് സംസാരിച്ചിട്ട് ഇവരാരും അതിനൊരു തീരുമാനമൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത സമയത്ത്, അതായത് ഈ പ്രശ്നം നടക്കുന്നത് ഇന്നലെയാണെങ്കിൽ മിനിഞ്ഞാന്ന് വൈകിട്ട് ഞങ്ങൾ ഇവിടെ ഷോപ്പുണ്ട്, ഞങ്ങൾക്ക് കടയുണ്ട്, അത് അടച്ചിട്ട് വന്ന വഴിക്ക് ഇവിടെ വന്ന് ഈ മോനും 2 സ്ത്രീകളോട് ഇവിടെ വന്ന് കുറേ നേരം നിൽക്കുക. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ കുറേ നിന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒന്ന് ചോദിച്ചു. ഞങ്ങൾ ആദ്യം ചോദിച്ചിട്ട് പുള്ളി മിണ്ടിയില്ല. രണ്ടാമത് ഹസ്ബൻഡ് ഒന്ന് ചോദിച്ചു, എന്തോ കാര്യം, പിന്നെ ഇവിടെ നിൽക്കുന്നേ പതിവില്ലാതെ എന്താ ഈ രാത്രിയിൽ ഒരു 10-10:45. അപ്പം പറഞ്ഞു, ആദ്യം ഒന്നും മിണ്ടില്ല. പിന്നെ വീണ്ടും ചോദിച്ചു. അപ്പോൾ ഈ അമ്മച്ചി ഇങ്ങനെ കിടക്കുവാണല്ലോ, അപ്പോൾ ഇനി അമ്മച്ചിക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചോ മരിച്ചോ എന്തോ ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ ഒരു കാര്യം. അപ്പോൾ പുള്ളി പറഞ്ഞു, അപ്പോൾ പുള്ളി പെട്ടെന്ന് ചാടി കയറി ഭാഷ വിളിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിനെ അടിക്കാനായിട്ടാണ് വന്നത്. അപ്പം പുള്ളി സംസാരിച്ചില്ല. പുള്ളി മാറി നിന്നപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം കയറി ഇടപെട്ടു. ഒരു കുറച്ച് പിള്ളേരെല്ലാം അവിടെ വന്നിട്ട് ഇവരെ ഒതുക്കി തീർത്തു. അപ്പം മോളും, അതായത് കൊച്ചുമോളും മരുമോളും പോലും സ്ത്രീകളെ അടിക്കാനായിട്ട് വന്നിട്ട് പിന്നെ ഞാനപ്പം പറഞ്ഞു, എന്തോ കാര്യം നിങ്ങൾ നോക്കാത്തത് കൊണ്ടല്ലേ ഞങ്ങൾ തിരക്കി, ഞങ്ങൾക്ക് അറിയണമല്ലോ നിങ്ങളുടെ മിറ്റം. അപ്പം ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളുടെ മിറ്റമാണ്, ഞങ്ങളുടെ വസ്തുവാണ്, ഇതിനകത്ത് വന്ന് പിന്നെ സംസാരിക്കേണ്ട കാര്യം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പോകാൻ വരാം. ഞങ്ങൾ അത് പറ്റത്തില്ല, നിങ്ങളുടെ വസ്തുവാണ്, ഞങ്ങൾ തൊട്ടടുത്ത വീട്ടില്ല, ഞങ്ങൾക്ക് അറിയണമല്ലോ എന്തോ കാര്യം എന്നുള്ളത്. അപ്പം പറഞ്ഞു, അത് നീ ആരാടി ചോദിക്കാൻ പറഞ്ഞു. എന്നോട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നീ പോണ എൻ്റെ പണി നോക്കിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ അപ്പം എന്നോട് എടുക്കാൻ ചെയ്യും, നിങ്ങൾ കൊണ്ടുപോയി നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവരുടെ സ്വത്തും പോലും ഞങ്ങളെല്ലാം അനുഭവിച്ച് നിങ്ങളല്ലയോ, അതുകൊണ്ട് അത് പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇതിന്റെ കാര്യം പറഞ്ഞിട്ട് ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. മറ്റുള്ള മക്കളൊക്കെ ഇവിടേക്ക് വരാറുണ്ട്. മറ്റുള്ള മക്കള്, അതായത് ഏകദേശം ഒരു 1.5 മാസം മുന്നേ അമേരിക്കയിലുള്ള ഒരു ജോജോ എന്ന് പറഞ്ഞൊരു ആള് വന്നപ്പോൾ ഞങ്ങൾ ഇതുപോലെ കടയിൽ വന്നപ്പോൾ ഞാൻ സംസാരിച്ചു, ചേട്ടാ ഇതുപോലെ ഈ അമ്മയുടെ കാര്യം വളരെ ദുരിതമാണ്, നിങ്ങൾ ഇത്രയും മക്കളില്ലേ, അവരെ എങ്ങനെയും ഒന്ന് രക്ഷിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ ജോലിക്ക് നിർത്താം, ഞാൻ വേണേ എവിടെയെങ്കിലും ഒപ്പിച്ചു. പുള്ളി എൻ്റെ നമ്പർ തന്നു. ഞാൻ എന്നോട് പറഞ്ഞു, എന്നിട്ട് പുള്ളി എന്നോട് പറയാം, ആരെങ്കിലും വാടകക്കാരെ കിട്ടുമെങ്കിൽ ഒരാളെ നോക്ക്, വാടക കൊടുക്കണ്ട, അവരോട് ഇവിടെ നിൽക്കട്ടെ. നമ്മൾ ശരി അങ്ങനെ നോക്കാമെന്ന് വരെ ഞങ്ങൾ പറഞ്ഞു. പലപ്പോഴും നണ്ടി ഇപ്പുറത്തെ ഈ ഉമേഷ് വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ട് കൊടുക്കുകയും ഞങ്ങളെല്ലാവരും വരികയും ചെയ്യും. അമ്മച്ചിയെ വെളിയിലോട്ട് പോലും ഇയാൾ ഇറക്കത്തില്ല. ആദ്യ കാലങ്ങളിൽ ഈ സൈഡിലൊക്കെ വന്ന് അമ്മച്ചി നിൽക്കുമായിരുന്നു. അമ്മച്ചി നിന്നപ്പോഴൊക്കെ ഈ മനുഷ്യനെ നിർത്താതെ അകത്ത് കൊണ്ടുപോയി ഈ ഗേറ്റിലൊക്കെ വന്നിട്ട് പിടിച്ചില്ല, അനാഥാരുടെ കൂട്ട് നീ നമുക്ക് കഷ്ടം തോന്നും. ഞങ്ങളൊക്കെ വഴിയെ പോകുന്നൊരു വെള്ളം കുടിക്കും. അമ്മച്ചി ചോദിക്കും ഞങ്ങളോട് വെള്ളം ഉണ്ടോ എന്നെല്ലാം ചോദിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അപ്പോൾ ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഈ പുള്ളി ഭയങ്കര ബഹളം ഉണ്ടാക്കിയിട്ട് അപ്പം പോലും, അതായത് തലേ ദിവസം തൊട്ട് ഈ അമ്മച്ചി പട്ടിണിയാണ്. അന്ന് രാത്രി 11 മണിക്കാണ് പുള്ളി ആഹാരം കൊണ്ട് വന്നെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. നമ്മൾ ഈ ഭാര്യ എന്ന് പറഞ്ഞ സ്ത്രീയോ കൊച്ചുമോളെന്ന് പറഞ്ഞ സ്ത്രീയോ കണ്ടിട്ടില്ല. ഞങ്ങൾ വിചാരിച്ച് ഈ അർദ്ധരാത്രിയിൽ ഈ പെണ്ണുങ്ങളെ കൊണ്ട് വന്ന് എന്തിനാ, 2 പെണ്ണുങ്ങളെ കൊണ്ട് ഗേറ്റിന്റെ മുന്നിൽ വന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോഴാണ് പുള്ളി പറയുന്നത് ഞങ്ങളോട് ഇവർ മരുമോളാണെന്നും കൊച്ചുമോളാണെന്നും ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ ആ സംഭവം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വന്നിട്ട് ഈ അടുത്തുള്ള ഉമേഷ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനും ഞങ്ങളെല്ലാം പറഞ്ഞ്, ഈ അമ്മച്ചിയെ കണ്ടില്ലല്ലോ, എന്ത് ചെയ്യുന്ന തിരക്കണം. ഞങ്ങൾ ഈ ഗേറ്റിന്റെ സൈഡിൽ കൂടെ ഉള്ള ആ ചെറിയൊരു ഇടിക്കൂടെ കയറി അമ്മച്ചി എന്തെങ്കിലും വയ്യാത്ത നിലയില്ല കട്ടിലേക്ക് കിടക്കുക. കട്ടിലേക്ക് കിടന്നപ്പം ഉമേഷ് തിരക്കി, അമ്മച്ചി എന്തോ പറ്റി, എനിക്ക് തീരെ വയ്യ മോനെ, കഴിക്കാൻ എന്തെങ്കിലും തരാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് പുള്ളി പോയി ആഹാരം എടുത്തു കൊടുത്തു. എന്നിൽ കിട്ടാത്ത ആഹാരം കാണുമ്പോൾ ഉള്ള ആക്രാന്തം പോലെ അമ്മച്ചി വളരെ വെപ്രാളത്തോടെ അത് കഴിച്ച് വെള്ളവും കുടിച്ച് ഇങ്ങനെ. ഇപ്പം ഞങ്ങളെയൊക്കെ കണ്ടപ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങളോട് പറയാം പോകല്ലേ എന്ന് പറഞ്ഞ് ഇവിടെ നിർത്തിയേക്കാം. പിന്നെ ഞങ്ങളെല്ലാ ആൾക്കാരെ കൂട്ടി എല്ലാവരെയും റെസിഡന്റ് അസോസിയേഷനിൽ ഈ പറഞ്ഞിട്ട് റെജി, ഞങ്ങളുടെ സെക്രട്ടറി, പ്രസിഡന്റ്, ഞങ്ങളെല്ലാവരും, എൻ്റെ ഹസ്ബൻഡ്, ഈ ഉമേഷ്, ഞങ്ങളെല്ലാവരും ഇവിടെ ബഹളം വെച്ചിട്ട് പോലീസിനെ വിളിച്ച് വരുത്തി. പോലീസ് എല്ലാം വന്ന് അതാണ്. പക്ഷെ എന്തുവായാലും ഈ 9 മക്കളുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ഈ ഒരു ന്യൂസിനോ ഇതിനോ ഒന്നിനും അല്ല, പക്ഷേ ഈ 9 മക്കളുള്ളൊരു അമ്മയാണിത്. ഈ അമ്മ ഇവർ ഇത്രയും അത്യാഹിതമായിട്ട് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഈ വഴി കൂടെ പോലും പോകാൻ ആ പുള്ളി സമ്മതിക്കത്തില്ല. ഈ പുള്ളിയെ കൊണ്ട് ഭയങ്കര ശല്യം. എല്ലാ രീതിയിലും മരം വളർത്തി ഞങ്ങളുടെ ഒരു ശക്കല്ലം പോലും സംസാരത്തിനൊരു ഇതുള്ള ആളല്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ ന്യൂസിൻ്റെ ഒന്നും പോട്ടെ, അത് പോട്ടെ, പക്ഷെ അമ്മച്ചിയെ രക്ഷിക്കുക എന്നുള്ളതേ ഉള്ളായിരുന്നു ഞങ്ങളുടെ ഒറ്റ തീരുമാനം. എന്താണെങ്കിലും അതിദാരുണമായ ഒരു സംഭവമാണ് അടൂർ ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ 9 മക്കളുള്ള ഒരു അമ്മയാണ്. അടൂർ മലമേക്കര സ്വദേശിനിയാണ്. 85 വയസ്സുകാരിയാണ്. മേരിക്കുട്ടി എന്നാണ് പേര്. ഈ അമ്മയെ 9 മക്കളുള്ള ഒരു അമ്മയാണ്. ഈ അമ്മയാണ് മക്കൾ ഈ ഒരു കാണുന്ന വീട്ടിൽ, ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിപ്പിച്ചിരുന്നത്. വീട് ഗേറ്റ് മക്കൾ തന്നെ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഈ വീട്ടിൽ കിണർ പോലും ഇല്ല. വാട്ടർ കണക്ഷൻ മാത്രമാണുള്ളത്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് വെള്ളം വരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്.
വെള്ളം വീട്ടിലുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. രാത്രിയിൽ ലൈറ്റ് പോലും, സന്ധ്യ മയങ്ങിയാൽ ലൈറ്റ് പോലും ഈ വീട്ടിൽ കാണാറില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആഴ്ചയിൽ ഒരിക്കൽ മക്കൾ വരും, ഈ കാണുന്ന ഗേറ്റിൽ ഭക്ഷണപ്പൊതി തൂക്കും, അമ്മച്ചിക്കാകുന്ന സമയത്ത് ഇവിടേക്ക് എത്തി ആ ഒരു ഭക്ഷണപ്പൊതി എടുത്തുകൊണ്ട് പോകും. ആ ഒരു പൊതി അത് 2-3 ദിവസം വെച്ച് കഴിക്കും എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്താണെങ്കിലും ഈ സംഭവം നാട്ടുകാർ ചോദ്യം ചെയ്തതോടെ നാട്ടുകാർക്കെതിരെ പോലും ഈ മക്കൾ പരാതിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. നാട്ടുകാരോട് തട്ടിക്കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിവിടെ നടക്കില്ല എന്ന് നാട്ടുകാർ കടുത്ത നിലപാടെടുത്തതോടുകൂടിയാണ് ഇന്നലെ RDOയുടെ നേതൃത്വത്തിൽ ഈ അമ്മച്ചിയെ ഇവിടെ നിന്ന് മാറ്റിയത്. ഇപ്പോൾ അടൂർ മഹാത്മാ ജനസേവാ കേന്ദ്രത്തിലേക്ക് ഈ വയോധികയെ മാറ്റിയിരിക്കുകയാണ്. ഇവരുടെ മക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അടൂരിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.